ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. എന്തെങ്കിലും വിശേഷം? സുഖമായിരിക്കുന്നു. ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് എണ്ണത്തിൻ്റെ ഹലോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിലെ എല്ലാത്തിനും മാക്സിമം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത്. അപ്പോൾ ഞാൻ ഇന്ന് എണ്ണത്തിൻ്റെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ കുറേ ലൈവിലൊക്കെ വന്ന് ചേച്ചിയുടെ പേരെന്താ, ഏത് സ്കൂളിൽ പഠിക്കും, ഞാൻ എത്ര പഠിക്കുന്നു, വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു എണ്ണത്തിൻ്റെ പരിചയപ്പെടുത്തുവാണ്, അവർക്ക് വേണ്ടി എണ്ണത്തിൻ്റെ പരിചയപ്പെടുത്തുവാണ്. പലപ്പോഴും എല്ലാ വീഡിയോസ് കണ്ടാണ് എന്നെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇന്ന് അതല്ല, ഞാൻ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഗൈസ്, നമുക്കൊരു ക്യാന വീഡിയോ ചെയ്താലോ? ക്യാന വീഡിയോ മീൻസ് എല്ലാം ചോദിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പോസ്റ്റ് ഇടാം. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടാണുള്ളത് അതൊക്കെ ആ ഒരു പോസ്റ്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഞാൻ ആ പോസ്റ്റ് ഇടാം. ഓക്കെ. ഹായ്, ഹലോ, മൈ നെയിം ഈസ് അവന്തി ഗണേഷ്. എൻ്റെ വീട് കണ്ണൂർ ഇരിട്ടിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ബ്രദർ, അച്ഛമ്മ, അമ്മമ്മ, ഞങ്ങൾ ലോകത്ത് 5 ആൾക്കാരാണ് എൻ്റെ കുടുംബത്തിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് GHS ഹയർ സെക്കൻഡറി സ്കൂൾ ഉളിക്കലാണ്. ഞാൻ എത്ര പഠിക്കുന്നു വെച്ചാൽ 9th പഠിക്കുന്നു. അപ്പം എല്ലാവരും ലൈവിൽ വന്ന് ചോദിക്കുന്നതായിരുന്നല്ലോ, ക്യാന ഇടുമോ, പിന്നെന്താ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുമോ, പിന്നെ അങ്ങനെ പിന്നെന്താ നിയമിത ചലഞ്ച് ഇടുമോ, ഇവർക്ക് എല്ലാവർക്കും. പിന്നെ ഗിവ് അവേ, അത് ഞാൻ മെയിനായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഗിവ് അവേ എല്ലാവർക്കും കൊടുക്കത്തില്ല എന്ന് ഒരാൾക്ക് ഞാൻ പോലും പറഞ്ഞിട്ടില്ല. ലൈവ് വരുന്ന എല്ലാവരും പൊതുവേ എല്ലാവരോടും പറയുന്നുണ്ട്. എൻ്റെ എന്താ പറയുക, എൻ്റെ ലൈവിൽ വരുന്ന എല്ലാവർക്കും ഞാൻ ഗിവ് അവേ വരും. ഇതിന് മാക്സിമമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിലെ എല്ലാത്തിനും മാക്സിമം ഞാൻ തുടങ്ങുന്ന എല്ലാത്തിനും നിങ്ങൾ മാക്സിമമായി എല്ലാത്തിനും കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനൽ മെയിനായി സബ് ചെയ്യണം. പിന്നെയുള്ളത് എൻ്റെ വീഡിയോസിൽ പൊതുവെ എല്ലാ വീഡിയോസിലും നിങ്ങൾ ലൈക്ക് ചെയ്ത് വിട്ടേക്കണം. പിന്നെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയൊക്കെ വീഡിയോസിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ അത്രയൊക്കെ ടോപ്പർ ആകുമ്പോൾ നിങ്ങളാണ്. ആ ഒരു ടോപ്പറിനായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അവർക്കാണ് ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഗിവ് അവേ ഉണ്ടാവും, എന്താ ക്രാഫ്റ്റ് ഉണ്ടാവും, നെയ്മിറ്റി ചലഞ്ച് ഉണ്ടാവും, ക്യാന ഉണ്ടാവും, ഈ പറയുന്ന എല്ലാം. പിന്നെ പാട്ട് എഡിറ്റിംഗ്, പിന്നെ ഡേ മൈ ലൈഫ്, ഇങ്ങനെയൊക്കെ കുറേ ഇതുണ്ടല്ലോ. അപ്പോൾ അതെന്തായാലും ചെയ്യും. പതുക്കെ ഞാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാം ഞാൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ് ചെയ്തേക്കണം. പിന്നെ എൻ്റെ എല്ലാ ലൈവിലും നിങ്ങൾ സ്ഥിരമായി വരണം. ഓക്കെ. എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഹോം ടൂർ, പിന്നെ എൻ്റെ വീടും വീടല്ല പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പൊതുവേ ഈ ഒരു സ്ഥലത്തുനിന്ന് വെച്ചാണ് വീഡിയോ എടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു എൻ്റെ പറമ്പിലേക്കാണ് ആ ക്യാമറ പോകാറുള്ളത് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ ഇവിടെ വെച്ചാൽ നല്ലൊരു ആണ് എൻ്റെ വീഡിയോസ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചെടുക്കും, ഇവിടെ വെച്ച് അത് ഓരോരുത്തരും വ്യക്തിപരമായ. കാരണം ഞാൻ എൻ്റെ വീട് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് വീഡിയോസ് എടുക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കും ഒന്ന് ബാക്ക്ഗ്രൗണ്ട് മാറ്റി പിടിച്ച് എങ്ങോട്ട്, എൻ്റെ വീട് കഴിഞ്ഞ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്. മാക്സിമം ഞാൻ എല്ലാ സ്ഥലത്തും മാറി നിൽക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ അച്ഛമ്മ, അതായത് എൻ്റെ അമ്മേൻ്റെ അമ്മ. പൊതുവേ അച്ഛമ്മ അങ്ങനെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല, ഫസ്റ്റാണ് ഇപ്പോൾ വന്നത്. പൊതുവേ ഞാൻ അങ്ങോട്ട് ഈ ഒരു സൈഡിലേക്കാണ് എടുക്കാറുള്ളത്. അത് എൻ്റെ പറമ്പാണ്. ഞാൻ പറമ്പ് കാണിച്ചു തരാം. ആൾ പിടിപ്പിച്ചിട്ടുണ്ട് കേസ്. ഇവിടെ ഫുള്ളും കാടൊക്കെയാണ്, വിശാലമായ സ്ഥലം. പൊതുവേ അവിടെ ഇരുട്ടൊന്നുമില്ല, നല്ല വെളിച്ചമാണ്. പക്ഷേ വെയിലായതുകൊണ്ടൊന്നും ഭയങ്കര ഇരുട്ട് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. ഒരു മെയിനായിട്ടുള്ള ഐറ്റം ഉണ്ട്, മത്തനില. ഇതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു. ഇവിടെ കുറേ കൂടി കിടക്കുന്നത്. പൂവെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഇല്ല, നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇത് കളറുമാണ് താനും, പക്ഷെ അടിപൊളിയാണ്. മത്തനില പൂവിട്ടു ഗൈസ്, പൂവിട്ടിരിക്കുന്നു ഗൈസ്. ഞാൻ മെയിനായിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. താളിയാക്കുന്ന ചെമ്പരത്തി ഇല. എവിടെ? ഒരു അതങ്ങനെ തിരിയുന്നില്ല, കാടായതുകൊണ്ട് അങ്ങനെ തിരിയത്തില്ല. ഓക്കെ, ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലഭ്യം ബായ്. അടുത്ത വീഡിയോ കാണാം. ഇനി ഒരു ലോങ് വീഡിയോ കണ്ടിട്ട് എത്ര പേർക്കാണോ എൻ്റെ ഒരു ചാനൽ ഇഷ്ടപ്പെടുക അവരെല്ലാം ഒന്ന് സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. പിന്നെ ഗിവ് അവേൻ്റെ കാര്യം മറക്കല്ല കേട്ടോ. എല്ലാവരും മാക്സിമം ഇപ്പം തന്നെ സബ് ചെയ്താൽ മാത്രം, സബ് മാത്രമല്ല ഇപ്പം തന്നെ കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഗിവ് അവേക്ക് ഉള്ള ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ മറക്കത്തില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത ലോങ് വീഡിയോ കാണാം. ബൈ.